എൻ്റെ മേക്കപ്പിൻ്റെ സാധനങ്ങളും കൊണ്ടിരിക്കുകയാണ്. ഇത് വേറെയാണ് കേട്ടോ. ഇത് മേക്കപ്പ് അല്ല, ഇത് നൈറ്റ് റൊട്ടീൻ, മോർണിംഗ് മേക്കപ്പ് ഇടുന്നതിന് മുമ്പ്, സ്കിൻ കെയർ റൊട്ടീൻ, മോർണിംഗ് നൈറ്റ്. ഇതൊക്കെ എൻ്റെ മേക്കപ്പിൻ്റെ സാധനങ്ങളാണ്. എന്താ ഇങ്ങനെ വിഷമിച്ചോണ്ടിരിക്കുന്നത്? ഇതെല്ലാം മുഖം കഴുകാനുള്ളതല്ല, അത് ഒച്ചിൻ്റെ, അത് സ്നെയിൽ മ്യൂസിയം. അത് വിറ്റാമിൻ സി സിറം. ഇത് 40 വയസ്സുള്ളവർക്ക് മുകളിൽ യൂസ് ചെയ്യാനാണ്. അങ്ങനെയല്ല, വിറ്റാമിൻ സി സിറം നല്ലതാ. ഡ്രോപ്പ് മുഖത്ത് ഒറ്റിക്കണം. ഒറ്റിക്കുക എന്താ മൂക്കിലാണ്. അങ്ങനെ വെറുതെ ഇതായിട്ട് എടുക്കരുത്. ഇറ്റ് ഷുഡ് ബി ഓൾവേസ് കെപ്റ്റ് ഇൻ എ ഡാർക്ക് പ്ലേസ്. വിറ്റമിൻ സി സിറം എപ്പോഴും ഡാർക്ക് പ്ലേസിൽ വെക്കണം. അതെൻ്റെ എവിടേക്കെങ്കിലും പോണ സമയത്ത് ഒരു ഓയിൽനെസ് ആയിട്ടുള്ള രീതിയിൽ ബോഡി ഇല്ല, എനിക്ക് പെട്ടെന്ന് കൈയൊക്കെ വല്ലാണ്ട് വരണ്ട പോലെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജോൺസൺസ് ബേബിയുടെ ഓയിലാണ്, ബോഡി ഓയിൽ. ബേബി അല്ല, നോർമൽ ആൾക്കാർക്ക് യൂസ് ചെയ്യേണ്ട ജോൺസൺസിൻ്റെ ആണ് എന്ന് മാത്രം. ഇതെന്താണെന്നറിയോ? അതിൻ്റെ ചിഹ്നം എന്താ നോക്ക്. സ്വിറ്റ്സർലാൻഡിലെ പശു. ബേസിക്കലി നമ്മൾ അതന്നെ ബേസിക്കലി നമ്മൾ പാല് കറക്കുമ്പോൾ ആ പശുവിൻ്റെ അകിടിൽ നമ്മുടെ നാട്ടിലൊക്കെ എന്താ തേച്ച് കൊടുക്കുക? വെണ്ണ. നേരെ മറിച്ച് ഇംഗ്ലീഷിലൊക്കെ ഇതിനെ അഡർ ക്രീം എന്നാ പറയാ. ഓക്കെ, ഇത് സ്വിറ്റ്സർലാൻഡിൽ നിന്ന്, ഇത് നല്ല പ്രോഡക്റ്റാണ്. ബേസിക്കലി ഇത് സൂപ്പറാണ്. ഇത് ദേഹത്തിന്, നിങ്ങൾക്ക് ഭയങ്കര മൊളിയലുണ്ട്, നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ ആണ്, രാത്രി കിടക്കുമ്പോൾ നല്ല സുഖം കംഫർട്ടായിട്ടുള്ളൊരു ഫീൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്മെല്ലും ഇല്ലാതെ അലോവേറ ബേസ് ചെയ്തിട്ട്, ഇതാണ് മോഡേൺ ടെക്നിക്കിൽ യൂസ് ചെയ്യുന്ന പശുവിൻ്റെ അകിടിൽ പാല് കറക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന അഡർ ക്രീം. അതിൽ വൺ ഓഫ് ദ ബെസ്റ്റാണ്. എനിക്ക് കുളി കഴിഞ്ഞാൽ എനിക്ക് ആപ്ലിക്കേഷന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഒരു മണവുമില്ലാത്ത, ഒരുപാട് ഓയിൽ തരുന്ന, നല്ല ക്രീമി ടെക്സ്ചർ തരുന്ന അഡർ ക്രീമാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. സോ അതാണിത്, പശുവിൻ്റെ അകിടിലിടുന്ന സാധനം. അതിനെ അഡർ ക്രീം എന്നാ പറയുക. അത് വീണ്ടും ഒച്ച്. ഇത് എൻ്റെ മേക്കപ്പ്. അയ്യോ രാമ, ഒരു കണ്ണിലേക്കല്ല, അങ്ങനെയല്ല കണ്ണേട്ടാ. ഇത് ബ്രൗൺ കളർ കാജൽ കണ്ണെഴുതുന്നത് ബ്രൗൺ കളറിൽ, ഇത് കറുപ്പ്. ഞാൻ സ്മോക്ക് എഫക്റ്റ് കിട്ടും, സ്മോക്കി എഫക്റ്റ്. ഇത് കണ്ടോ, എവിടെ വേറൊരു സാധനമുണ്ട്, ഇതാണ്. ഇതിനെ ഷാഡോ സ്റ്റിക്ക് എന്നാ പറയുക. ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്മോക്കി എഫക്റ്റ് ആയിരിക്കും കണ്ണ്. ഷാഡോ സ്റ്റിക്ക്, അതും കണ്ണെഴുതാൻ തന്നെയാണ്. കണ്ണിൽ പുക വരില്ല. ഇത് കണ്ണെഴുതാൻ. ഇപ്പം നോക്കൂ, അത് കണ്ണെഴുതാൻ, ഇതും കണ്ണെഴുതാൻ. ഇത് നിറയെ കറുപ്പ് അല്ല, ഇത് നിറയെ കറുപ്പ്. ആ, ഇത് ഐബ്രോ മോളില്. ആ, ഇതും ഐബ്രോ. ആ, ഇല്ല, അത് കളർ വേറെ അല്ലേ. പണ്ടത്തെ പോലെയല്ല. കണ്ടിട്ട് എന്താ എന്നെ ഒരു സംശയമായി നോക്കണ്? അല്ല, ഞാൻ നിന്റെ കുളിമുറിയിൽ ഇത്രയധികം സാധനങ്ങൾ കണ്ടിട്ടേ ഇതെന്താണത്? ഇത് ഞാൻ പിന്നെ കണ്ടിട്ടുണ്ട്. അത് ബ്ലഷ് ആവുമ്പോ വരയ്ക്കണതാണ്. അത് പൗഡറിന്റെ. അത് പൗഡറിന്റെ. അത് വെറ്റ് ആൻഡ് വൈൽഡിന്റെ. ഇത് മുകളിൽ ഐ ഷാഡോന്റെ. അത് ബ്ലഷാണ്. കണ്ണിട്ടിന് ഇപ്പുറത്ത് പിടിച്ചിരിക്കുന്ന ബ്ലഷാണ്.
അത് പൗഡർ ബ്ലഷ്. നീല വന്നിട്ട് ഒരു നീല കളർ, അത് വന്നിട്ട് ബനാന പൗഡർ. നീ പഴപ്പൊടിയൊക്കെ അല്ല, അത് ലൂമിനസ് പൗഡർ, അതായത് വൈറ്റ് പൗഡർ. സെറ്റാക്കാൻ, മേക്കപ്പ് എല്ലാം ഇട്ട് കഴിഞ്ഞ് സെറ്റാക്കാൻ. എല്ലാം ഇട്ടിട്ട് അവസാനം ഇത് ഒറ്റ ഇടലാണ്, അപ്പൊ എല്ലാം സെറ്റ് ആവും. അത് നീല വന്നിട്ട് ക്രീം ബ്ലഷ്. ഇപ്പോൾ കയ്യിൽ പിടിച്ചിരിക്കുന്നത് പൗഡർ ബ്ലഷ്, ഇത് ക്രീം ബ്ലഷ്. ഇത് വന്നിട്ട് സെറ്റിംഗ് സ്പ്രേയും പ്രൈമർ സ്പ്രേയും. അതുകൊണ്ടാണ് അത് കുലുങ്ങണത്. ഞങ്ങൾ ഏഷ്യൻ പെയിന്റ്സിൽ അടിച്ചിട്ടുണ്ട് ഇത് പ്രൈമർ സ്പ്രേ, അത് കുലുങ്ങും കണ്ടോ. പ്രൈമർ പെയിന്റ് അടിക്കുന്നതിന് മുമ്പ് ആദ്യം അടിക്കുന്നത് പ്രൈമർ. അതിൻ്റെ അടിയിൽ മുഴുവൻ എൻ്റെ ഫൗണ്ടേഷൻ. അടിയിലുള്ള ഇത്ര വലിയ ഫൗണ്ടേഷൻ വേണം നമുക്ക്. സാർ എங்கയോ പോയിട്ട് അത് അങ്ങനെയല്ല, അത് കൺസീലറാണ്. ഇപ്പൊ ഇതെല്ലാം ചെയ്തിട്ട് പിന്നെ കൺസീൽ ചെയ്യണമെങ്കിൽ പിന്നെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല, ഇതിപ്പോൾ ഒരാൾക്ക് നമ്മുടെ സ്കിന്നിന് ഏത് തരം ഫൗണ്ടേഷനാണ് കറക്റ്റ് ആയിരിക്കുക. എനിക്ക് പറ്റിയ എന്തൊക്കെയുണ്ട്? ഒരു 45 വയസ്സ് കഴിഞ്ഞ ആൾക്ക് ആദ്യം ഫൗണ്ടേഷൻ ഏതെടുക്കാം? ഫൗണ്ടേഷൻ അല്ല, ആദ്യം പ്രൈമർ ഇടുക. ആദ്യം വന്നിട്ട് മുഖം കഴുകിയതിന് ശേഷം 2 പ്രാവശ്യം ഞാൻ വിചാരിച്ചു ആദ്യമായിട്ട് മുഖം കഴുകുക. ആദ്യം മുഖം കഴുകിയിട്ട് 2 പ്രാവശ്യം മുഖം കഴുകണം. ഡബിൾ ക്ലെൻസിങ് അല്ല, എന്താണോ സാധാരണ, എന്താണ് പച്ചവെള്ളത്തിൽ സോപ്പ് ഇട്ടിട്ടോ ക്ലെൻസിങ് യൂസ് ചെയ്തിട്ടോ എന്തായാലും 2 പ്രാവശ്യം ഡബിൾ ക്ലെൻസിങ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവനെ അങ്ങോട്ട് അടിച്ചാലുണ്ടല്ലോ മുഖം സൂപ്പർ ഫ്രഷ് ആയിരിക്കും. ഇല്ല, അങ്ങനെ അടിക്കരുത്, കുലുക്കണം. ഞാൻ കുലുക്കി തരാം. കുലുക്കിയിട്ട് ഇത് സൂപ്പറാണ്. ഹൈഡ്രോ ബൂസ്റ്റാണ്, ഫുൾ വെള്ളമാണ്. ഇറ്റ്സ് ഫുൾ വാട്ടർ. മുഖത്തടിക്കുക, നല്ല സൂപ്പറായിരിക്കും. ഇനി മതി. ഇനി നന്നായിട്ടൊന്ന് അങ്ങോട്ട് അപ്ലൈ ചെയ്യൂ കൈകൊണ്ട് നല്ലൊരു ക്രീം ഫോം. അങ്ങനെ മുഖമല്ലേ, പതുക്കെ ചെയ്യൂ. ഇതിങ്ങനെ നിൽക്കും ഒരു 6 to 7 hours, ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും സുഖമായിട്ട് നിൽക്കും. ഇത് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. സൺസ്ക്രീൻ രാവിലെ പുറത്തേക്ക് പോയാലും ശരി, പോയില്ലെങ്കിലും ശരി, ഡബിൾ ഫിംഗർ കണക്ക്, ട്രിപ്പിൾ ഫിംഗർ കണക്ക് എന്തായാലും യൂസ് ചെയ്യണം. ആദ്യം ഇതിടുക. അത് കഴിഞ്ഞിട്ട് കണേറ്റിന് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ, എന്താണ് പറയുക, എന്താ കണ്ണേട്ടാ, അതാണ് പറയണത്. ഹൈഡ്രാ ഫീലാണത്. ഹൈഡ്രാ ഫീലാണ്. ഇത് കണ്ട, ഇതിട്ടോളൂ ചുണ്ടിൽ. അല്ല, കളറ് പോലെ ഇല്ല, കളറ് ഇല്ല, വരില്ല. ഒന്ന് കളർലെസ് ആണ്. കളർ വരില്ല. ഇല്ല, 100% എൻ്റെ ഗ്യാരണ്ടി. അതിൻ്റെ കളർ, എൻ്റെ കളർ, ഇത് മോയ്സ്ചറൈസർ അല്ല, ലിപ് ബാം ആണ്. ഇത് ഇല്ല, ആണുങ്ങളുടെ അല്ല. അപ്പോൾ ഇത് കഴിഞ്ഞില്ലേ, ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ തേക്കുക. ഇപ്പോൾ ഇതിൽ വേണ്ട അളവിന് മോയ്സ്ചറൈസിങ് ഉണ്ട്, പക്ഷേ എന്നാലും അലിയോവേര മോയ്സ്ചറൈസർ കുറച്ച് തേക്കുക. ഇത് മാത്രം പിടിച്ചു നിൽക്കണോണ്ട് പറ്റില്ല, സൺസ്ക്രീൻ ഇടണം. അല്ല, വീട്ടിലിരിക്കുമ്പോഴും സൺസ്ക്രീൻ ഇടണം. അങ്ങനെയല്ല, ആൾക്കാരുടെ ചിന്താഗതി അതാണ്. പിന്നെ ഇപ്പൊ എടുത്തിരിക്കണ പോലെ അല്ല എടുക്കണ്ടേ, 3 വിരലിനുള്ളത് എടുക്കണം. എനിക്ക് വയ്യ കണ്ടിട്ട്. അത് കഴിഞ്ഞ ഡേ ക്രീം ഇങ്ങനെ ഡേ ക്രീം ഇത്രയൊന്നും എടുത്താ പോരാ, നന്നായി എടുക്കണം. കണ്ടോ, സൂപ്പർ. എന്ത് മോയ്സ്റ്റ് ഫീൽ ഉണ്ട്, സുഖല്ലേ? അതെന്നെ പറഞ്ഞ, ആ മുഖത്ത് ആ ഒട്ടല് വരണ്ടേ, ആ ഒരു നല്ല ഹൈഡ്രാ ഫീലില്ലേ.
ഇതുവരെ തുമ്മാത്തത് എൻ്റെ ഭാഗ്യം. ഇതുവരെ കുഴപ്പമില്ല. ഇതിൽ അൺനെസസറി സ്മെല്ലില്ലല്ലോ. ഇല്ല, സ്മെല്ലൊന്നും ആ എനിക്കും ഇഷ്ടമല്ല അങ്ങനത്തെ അൺനെസസറി സ്മെല്ലൊന്നും എനിക്കിഷ്ടമല്ല. വയ്യാണ്ടായി എന്തിന്? ഇത്രയും ചെയ്യുമ്പോഴേക്കും. ഇത് നൈറ്റ് കെയർ, ഇത് നൈറ്റ് കെയർ. ഇതെല്ലാം നൈറ്റ് കെയർ. വീട്ടിൽ മിണ്ടാണ്ട് കിടന്നോ. ശരി. എന്താ ഇപ്പം ഇതിനൊക്കെ എടുത്തിട്ട് വന്ന അതിൻ്റെ ഉദ്ദേശം? സൂചകമായി തന്നതിനെ സ്വീകരിച്ചു. എന്തായാലും നീ ലാസ്റ്റ് ടേക്ക് കെയർ ചെയ്യുമെന്ന് പറഞ്ഞത് അല്ല, ലാസ്റ്റ് മിന്നണോ? ഇത് നീ എപ്പോൾ മിന്നിക്കണം? ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇങ്ങനെ 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 മൂക്കിൽ ലേശം 2 കവിളത്ത് ലേശം ഒരിതിലിടുമ്പോൾ അങ്ങനെ അങ്ങനെ നല്ല ഷൈനായിട്ടുണ്ടാവും. എന്താ അതെ, ലോകം അവിടെ എത്തി. നമ്മളെപ്പോഴും റക്സോണിയും കുട്ടിക്കോറിയും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രികയുടെ മണം. ശരി, എന്തായാലും നന്നായി ടേക്ക് കെയർ ചെയ്യാം. കണ്ണിന് എന്താ വേണ്ടത് വെച്ചാൽ ഇതൊന്ന് എടുത്തോളൂ. എനിക്ക് അറിയാണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഏറ്റവും അവസാനം ഫൗണ്ടേഷൻ കൊണ്ടിടും എല്ലാത്തിൻ്റെയും മുകളിൽ അവസാനം. പക്ഷേ ഇവൻ ആള് കുഴപ്പമില്ല കേട്ടോ. ഇത് അടിക്കുമ്പോൾ ഒരു സുഖമുണ്ട്, നല്ലതാണ്. 100% ഇൻസ്പയർഡ് ബൈ ഫേസ് കെയർ. ബോഡി സ്പ്രേ എന്നാണ് കാണിക്കുന്നത്. ഇല്ല ഫേസിനുള്ളതാണ്. ശരി, നല്ല ഒരു താങ്ക് യു. ഞാനാണ് പറയേണ്ടത്. ഇപ്പം ഇതെല്ലാം കൊണ്ട് എടുത്തു വെച്ച പോലെ തന്നെ എടുത്തു വെക്കുന്നു. നോക്കട്ടെ, എല്ലാം പൊക്കി പിടിച്ചോണ്ട് വന്നേക്കാണ്. ഇത് കണ്ട, ഇത് സ്ട്രോങ് വീട്ടിലിരിക്കുമ്പോൾ ഇടാനുള്ള സൺസ്ക്രീൻ. ഇത് വളരെ ഹൈ പവറുള്ള സൺസ്ക്രീൻ. അങ്ങനെ പല വിധത്തിലാണ്. തൃപ്തിയായില്ലേ? ഇനി ചോദിക്കില്ലല്ലോ എന്താണ് അവിടെ, എന്താ ഇത്ര സ്ഥലം മുടക്കിയിരിക്കണേ? എല്ലാം എടുത്ത് വെച്ചോ. താങ്ക് യു സോ മച്ച്.